ഏറ്റുമുട്ടലും ആക്രമണങ്ങളും തുടരുന്ന മണിപ്പൂരിൽ 50,000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഗർഭിണികൾക്കായി പ്രത്യേകം ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. ഇരകളായ 17 ഗർഭിണികളാണ് ഇംഫാലിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇതിൽ 3 പേർ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മടങ്ങി. ഇംഫാലിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. മണിപ്പൂരിനെ സംബന്ധിച്ച് ഒരു വശത്ത് ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ തുടരുകയാണ്. മറുവശത്ത് ഏറ്റവും ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് മണിപ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. ഓരോ നിമിഷവും വളരെയധികം ആശങ്കയോടെ ജീവിക്കുകയാണ് മണിപ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അങ്ങനെ ദയനീയമായൊരു സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മണിപ്പൂരിലെ ഇംഫാലിലുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഇവിടെയുള്ളവരെല്ലാം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണ്. ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഒരു ക്യാമ്പാണ്. ഇവരൊക്കെ ഈ ആക്രമണത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും ഒക്കെ ഇരകളാണ്. ഇവിടെ 14 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണുള്ളത്. ഇവരുടെ കുടുംബം, ഇവരുടെ മാതാപിതാക്കൾ, ഇവരുടെ മറ്റ് ബന്ധുക്കൾ ഇവരൊക്കെ തന്നെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഇവരുടെ ഒരു ആരോഗ്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ദീദി, कैसे चल रहे हैं आपका लाइफ इधर से? हम लोग तो इधर में रहने का टाइम में हमारा बहू को प्रेग्नेंट है ना, इसलिए इधर में रहता, इसलिए हम लोग को बहुत तकलीफ है. इसलिए हम लोग इधर लिलिके में रहने के टाइम में तो इतना ज़्यादा कमाने को नहीं होता. इधर रहने का तो गवर्नमेंट ने हम लोग को खाने पीने को देता, इसलिए हम लोग इधर ही रहता है. घर तो जला गया. हम लोग में घर में कोई भी नहीं है. हम लोग इधर में आके लिलिके में रहता. हम लोग पहले भागने के टाइम तो हम लोग बर्मा में भागा. അവർ പറയുന്നത് അവരുടെ വീടൊക്കെ പൂർണ്ണമായും പോയി. അവരുടെ മറ്റു ബന്ധുക്കളൊക്കെ മറ്റ് സ്ഥലങ്ങളിലാണുള്ളത്. സർക്കാർ തലത്തിൽ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ഇവർ ഗർഭിണികളായതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണമൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ അവർക്ക് നൽകുകയാണ്. अभी मैं 9 मंथ और इधर डॉक्टर आके चेकअप वेकअप सब करता है इधर. और അനീഫയാണ്. അനീഫ ഇപ്പോൾ പറയുന്നത് അവർക്ക് 9 മാസമാണ് ആയിട്ടുള്ളത്. അവർ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവരുടെ വീടും മറ്റും ആക്രമണത്തിൽ നഷ്ടമായി. ഒപ്പം തന്നെ സുരക്ഷിതമായൊരു ക്യാമ്പിലേക്ക് ഇവരുടെ മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ അവിടെയാണ് ഉള്ളത്. ഇങ്ങനെ ഓരോ നിമിഷവും വലിയ ആശങ്കയും ഒക്കെയാണ് ഈ മണിപ്പൂരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരൊക്കെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണ്. ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണത്തിനും മറ്റുമായി ഇവിടെ കൊണ്ടുവന്ന് ഇവരിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പേർ, ഇവരുടെ ഉണ്ടായിരുന്ന 3 പേർ അവർ സുഖകരമായി പ്രസവിച്ചവർക്ക് 3 ആൺകുഞ്ഞുങ്ങളുണ്ട്. അവർ 3 പേരും സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലാണുള്ളത്. മെയ്തൈ വിഭാഗം ആളുകൾ കഴിയുന്ന ക്യാമ്പാണ്. അതുകൊണ്ട് തന്നെ കുക്കി വിഭാഗത്തിലുള്ളവർ അവരുടെ വീടുകളിലേക്കൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് അവർ പറയുന്നുണ്ട്. വലിയ ആശങ്കയോടുകൂടിയാണ് ഇവിടേക്ക് ഇവരൊക്കെ എത്തിയത്. പക്ഷേ ഇവിടെ ഒരു കുടുംബം പോലെ എന്നതുപോലെ തന്നെയാണ് അവർ ഇവിടെ കഴിയുന്നത്. അവർ പരസ്പരം സഹായിക്കുന്നുണ്ട്. പരസ്പരം അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പരസ്പരം അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പോലെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഗർഭിണികളായിട്ടുള്ളവരാണ്. കിतना मंथ? 9 मंथ है ना? ठीक है ना? ठीक है. हेल्थ ओके ना? കൃത്യസമയത്ത് ഇവർക്ക് ഭക്ഷണം നൽകാനും 2 നേരം, ഒരു ദിവസത്തിൽ 2 നേരം ഇവർക്ക് മെഡിക്കൽ പരിശോധനയ്ക്കും ഒക്കെയായി ഡോക്ടർമാരും ഒക്കെ ഇവിടെ എത്തും. ഇങ്ങനെ ഓരോ നിമിഷവും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വേദനിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് മണിപ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇവരൊക്കെ ഇവിടെ ഈ ഒരു ക്യാമ്പിൽ ഇവരൊക്കെ സുരക്ഷിതരായി കഴിയുകയാണ്. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി, 24.